പനിനീർക്കാറ്റായി ഗാനം ഈണമായി വീണ തേടി നീ തേടുമീണമോ രാവുമായവേ വിദൂര താരകം അത്യാവശ്യമായി എന്തോ പറയാനെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഒരുമാതിരി ആർട്ട് ഫിലിം പോലെ. ആക്ഷേപിക്കുക അത് നിന്റെ സ്വഭാവത്തിന്റെ ഭാഗമാണല്ലോ. കുട്ടിക്കാലം തൊട്ട് കേൾക്കുന്ന ഇന്നലെ വരെ ആക്ഷേപങ്ങളുടെ തമാശ ഞാൻ ആസ്വദിച്ചിരുന്നു. പക്ഷേ ഇപ്പോഴെനിക്കത് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ലെന്ന് എനിക്കറിയാം. എനിക്ക് ഈ ഭൂമിയിൽ എല്ലാം എൻ്റെ അച്ഛനാണ്. രഘുവിന് അതറിയാലോ. അച്ഛന്റെ ഇഷ്ടം കഴിഞ്ഞ് എനിക്ക് മറ്റെന്തോ ഉള്ളൂ. ശരിയാണ്. നിന്നെ സംബന്ധിച്ച് അച്ഛൻ കഴിഞ്ഞ മറ്റെന്തോ ഉള്ളൂ. അമ്മയുടെ സ്നേഹവും പരിചരണവും അച്ഛനിലൂടെയാണ് നീ അനുഭവിച്ചെന്ന് പറഞ്ഞു. ആ നിലയ്ക്ക് അച്ഛനാണ് വലുത്. പക്ഷേ വിവാഹം എന്നൊക്കെ പറയുന്നത് വ്യക്തിയുടെ മൗലികമായ അവകാശങ്ങൾപ്പെട്ടതാണ്. അവിടെ അച്ഛൻ്റെയും അമ്മയുടെയും തീരുമാനങ്ങൾക്കപ്പുറത്ത് വിവാഹം കഴിക്കുന്ന വ്യക്തിയുടെ ഇഷ്ടമാണ് പ്രധാനം. ഞാൻ പറഞ്ഞല്ലോ, അച്ഛന്റെ ഇഷ്ടം, അതിനപ്പുറത്ത് എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനാവില്ലെന്ന്. അച്ഛൻ്റെ ഇഷ്ടം കുഞ്ഞുനാൾ മുതൽ എൻ്റെ കാതിലോതി ഉറപ്പിച്ചതാ നീ എൻ്റെ പെണ്ണാണെന്ന്. എന്നിട്ടാ ഇഷ്ടമെന്ന് അവിടെ ഇഷ്ടമല്ലായിരുന്നു, വെറും കാപട്യം. മുറക്കല്യാണത്തിന് വാക്ക് പറഞ്ഞിട്ട് പണവും സ്വാധീനം വരുമ്പോൾ വാക്ക് മാറ്റുന്ന അമ്മാവന്മാരും അമ്മാവിമാരും ധാരാളമുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അമ്മാവനെ വിശ്വസിച്ചു. കാരണം ഒരു പട്ടാള ഓഫീസറിന് കാപട്യം ഉണ്ടാവില്ലെന്ന് ഞാൻ ധരിച്ചു. വഞ്ചനയാണ്. നിന്റെ എല്ലാമായി അച്ഛൻ്റെ ഉള്ളിൽ നീ പോലും തിരിച്ചറിയാത്ത ദുഷ്ടത. അല്ലെങ്കിൽ എന്നോട് ഇത് ചെയ്യുമായിരുന്നു. സ്റ്റോപ്പ് ഇറ്റ്. എന്റെ അച്ഛന്റെ ദുഷ്ടത കൊണ്ടല്ല, അച്ഛന്റെ ആഗ്രഹങ്ങൾക്കൊത്ത് വളരാൻ രഘുവേട്ടനാവാത്തതുകൊണ്ടാ. ഒരാളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് വളരണം എന്ത് ഫൂളിഷ്നെസ് ആയത്. ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള കഴിവുകളുണ്ട്. ആ ജന്മവാസനകൾ മനസ്സിലാക്കി അവരെ സ്വതന്ത്രമായി വളരാൻ അനുവദിക്കും. അല്ലാതെ സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുകയല്ല വേണ്ടത്. സ്വന്തം മകളുടെ കാര്യത്തിൽ ഏതൊരച്ഛനും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും. അവളുടെ ഭാവിക്ക് വേണ്ടി കരുതലോടെ നീങ്ങും. അത് കാപട്യമോ ദുഷ്ടതയോ ഒന്നുമല്ല. അപ്പൊ നിനക്കും എന്നിൽ വിശ്വാസമില്ലല്ലേ? അതെ, എനിക്ക് വിശ്വാസമില്ല. അച്ഛൻ റിട്ടയർമെന്റിന് ശേഷം നാട്ടിലേക്ക് വന്നു. എന്തിനു വേണ്ടി? അമ്മയെ ശുശ്രൂഷിക്കാൻ, ഒപ്പം എന്നെ വളർത്താനും. അതിനിടയിലും അച്ഛൻ സമയം കണ്ടെത്തി ഒരു ബിസിനസ് ശൃംഖല കെട്ടിപ്പടുക്കാൻ. നമുക്ക് വേണ്ടി, നമ്മുടെ ഭാവിക്ക് വേണ്ടി. മോഡേൺ ഡ്രാമ, പരമ്പരാഗത കലകൾ എന്നൊക്കെ പറഞ്ഞ് അലഞ്ഞു നടക്കുന്ന രഘുവേട്ടന് ഒരു ബേസ് ആകട്ടെ എന്ന് കരുതി. എന്നിട്ടോ
അതെല്ലാം പുച്ഛിച്ചു തള്ളി രഘുവേട്ടൻ നാടകത്തിന്റെ പുറകെ പോയി. സ്വന്തം ഇഷ്ടങ്ങൾ നോക്കി പോകുന്ന രഘുവേട്ടനെ ഞാൻ വിശ്വസിക്കണോ, അതോ ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനെ വിശ്വസിക്കണോ? ഒരു കലാകാരന്റെ മനസ്സ് നീയെങ്കിലും മനസ്സിലാക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു കാലത്ത് നീ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്നല്ലോ. ശരിയാണ്, കല ദൈവികമാണ്. കലാകാരനെ എനിക്കെന്നല്ല എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷെ സ്വപ്നജീവികളായ അവർ വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. സ്വന്തം ഇഷ്ടങ്ങൾക്ക് മുന്നിൽ അവർ സെൽഫിഷാണ്. സ്വപ്നങ്ങൾ കണ്ട് പട്ടിണി കിടക്കാനും അവർക്ക് പ്രയാസമില്ല. ഒരുമിച്ച് കഴിയുന്നവർക്ക് അതിന് പറ്റില്ലല്ലോ. അച്ഛന്റെ ഉപദേശമാണോ അതോ സ്വന്തം കണ്ടെത്തലോ? രണ്ടും ആവാം. അപ്പൊ ഞാൻ അറിഞ്ഞ സത്യമാണല്ലേ? അതെ, സത്യമാണ്. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വാക്ക് കൊടുക്കുമ്പോൾ നിന്റെ മനസ്സിൽ എന്നെ കുറിച്ചൊരു ചിന്ത പോലും ഇല്ലായിരുന്നല്ലേ? രഘുവേട്ടൻ ഇനി മുതൽ എനിക്കൊരു നല്ല സുഹൃത്തായിരിക്കും. അതിനപ്പുറം മറ്റൊന്നും ചിന്തിക്കരുത്, പ്ലീസ്. എന്തോന്ന് ഇരിപ്പടേ ഇത്? സ്വപ്നത്തിൽ ആര്? ഏത് പെൺകുളന്തായി? കവിത താനാ? അത് കള. മറ്റെന്തെങ്കിലും ആണ് ചിന്തിച്ചതെങ്കിൽ മുഖത്ത് ഇത്രയും പ്രണയം വരില്ലല്ലോ. എന്തു പറ്റിയടാ? ശരിക്കും ഞാനൊരു വിഡ്ഢിയാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞു. നീ പറഞ്ഞ പോലെ ഞാൻ സ്വപ്നം കാണുകയായിരുന്നു, കവിതയെ തന്നെ. പക്ഷേ ആ സ്വപ്നം ജീവിതത്തിൽ നടക്കാത്തതാണെന്ന് ഞാനിന്ന് മനസ്സിലാക്കി. നീ എന്തായി പറയുന്നത്? അതേടാ, കവിത ആളാകെ മാറിപ്പോയി. കണ്ടു മറന്ന ഏതോ ഒരു സിനിമയിലെ കഥാപാത്രത്തെ പോലെ ഒട്ടും ഒളിപ്പില്ലാതെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നമുക്ക് പിരിയാവുന്നു. ഛേ, നീ ഇത്ര സില്ലി ആയാലോ, ഒരു നിരാശാ കാമുകനെ പോലെ. എടാ, കവിത വെറുതെ കളിയാക്കാൻ പറഞ്ഞതാവും. കളിയും കാര്യവും പറഞ്ഞ് എനിക്ക് മനസ്സിലായി. അവന് മറ്റൊരു കല്യാണത്തിന് വാക്ക് കൊടുത്തു. എനിക്ക് വിശ്വാസം വരുന്നില്ല. പറഞ്ഞത് സത്യമാണ്. അമ്മാവിൻ്റെ കൗശലബുദ്ധിയാണ് കവിതയുടെ മനസ്സിൽ മുട്ടിച്ചത്. കവിതയെക്കുറിച്ചും ആ കുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ചും നിങ്ങളുടെ പ്രണയത്തെക്കുറിച്ചും നീ തന്നെ പറഞ്ഞു തന്നിട്ടുള്ള അറിവ് എനിക്കുള്ളൂ. ഒന്ന് ഞാൻ പറയാം, ആരൊക്കെ ഉപദേശിച്ചാലും ബ്രെയിൻ വാഷ് ചെയ്താലും കുറച്ച് നേരത്തേക്ക്, ഏറിയാൽ കുറച്ച് ദിവസത്തേക്ക്, അത് കഴിഞ്ഞാൽ ആ കുട്ടി എല്ലാം മറക്കും. ഉപദേശകൻ വിഡ്ഢിയാക്കപ്പെട്ട ചരിത്രമേ ഇതുവരെ പ്രേമകഥകളുള്ളൂ. നീ വിചാരിക്കുന്ന പോലെയല്ല കവിത ശരിക്കും മാറിക്കഴിഞ്ഞു. കല്യാണം ആലോചിക്കുന്നു, ഡോക്ടറാണ്, ഗൾഫിലാണ്, വലിയ ആളാണ്, ഉറപ്പിച്ചു എന്നൊക്കെ മിക്ക കാമുകികളും പറയും. അതൊക്കെ നമ്പറാണ് അളിയ. കൂടുതൽ കെയർ കിട്ടാനും സ്നേഹം കിട്ടാനും ഒരടവ്. നീ മാത്രമല്ല, എന്നെ കിട്ടാനായി എത്രയോ പേര് കാത്തു നിൽക്കുന്നു എന്ന് വരുത്തി സ്വയം ഡിമാൻഡ് കൂട്ടുക. അതൊക്കെ ഇവിടുത്തെ സ്ഥിരം നമ്പറാ. അതുകൊണ്ട് നീ വിട്ടുകളാ. അഥവാ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായാൽ അളിയൻ എന്നോട് പറ, നിന്റെ മുമ്പിൽ കൊണ്ട് ഇട്ടു തരും. നിന്നോട് പറയാൻ തോന്നിയത് തന്നെ എൻ്റെ തെറ്റ്.
സ്വപ്നങ്ങളും ബന്ധങ്ങളും അങ്ങനെ യാതൊരു സെന്റിമെന്റ്സും ഇല്ലാത്ത നിന്നെപ്പോലെ ഒരുത്തനോട് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. ഹാ, അങ്ങനെ അങ്ങ് പോയാലോ? നില്ലേ, എന്താ പ്രശ്നം? എന്താ പ്രശ്നം എന്ന്? അപ്പം ഞാൻ ഇതുവരെ പറഞ്ഞൊന്നും നിന്റെ തല കയറിയില്ലല്ലേ? കവിത നിന്നെ ഒഴിവാക്കിക്കൊണ്ട് വേറൊരു കല്യാണത്തെക്കുറിച്ച് ആലോചിച്ചു, അത്രയല്ലേ ഉള്ളൂ പ്രശ്നം. ആലോചിക്കുക മാത്രമല്ല, വാക്കും കൊടുത്തു. ഓഹോ, വാക്കും കൊടുത്തോ? എങ്കിൽ അതിന് കാരണക്കാരൻ നീ തന്നെ ആയിരിക്കും. ഞാനോ? മുറപ്പെണ്ണ്, ബാല്യകാല സഖി, പരസ്പരം സ്നേഹിച്ചും പ്രണയിച്ചും വളർന്നവർ ഒരു ഘട്ടത്തിൽ പെട്ടെന്നൊരാളുടെ മനസ്സ് മാറുക. നിന്റെ ഭാഗത്തു നിന്നുള്ള എന്തോ പോരായ്മകളുണ്ട് തീർച്ച, അല്ലെങ്കിൽ അങ്ങനെ മാറാൻ വഴിയില്ല. പോടാ, മനഃശാസ്ത്രജ്ഞൻ വന്നിരിക്കുന്നു. നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ല. നീ പറഞ്ഞതിനെ സപ്പോർട്ട് ചെയ്ത് നിന്റെ കൂടെ നിന്ന് നിന്റെ വിഷമം പങ്കിട്ട് സൂചിപ്പിക്കാൻ നീ വേറെ ആളെ നോക്ക്. അതിന് റഹ്മാനെ കിട്ടില്ല. നിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. സമാധാനമായിട്ട് ആലോചിച്ചാൽ ഒരു പരിഹാരം കാണാൻ പറ്റും. കവിതയെ മറ്റാരും കൊണ്ടുപോകില്ല. അങ്ങനെ ആ കുട്ടിക്ക് നിന്നെ വിട്ടുപോകാൻ പറ്റില്ലടാ. നിങ്ങൾ രണ്ടാളുടെയും പ്രണയം അടുത്ത് നിന്ന് കണ്ട് സന്തോഷിച്ചിട്ടുള്ളവനായി ഞാൻ. മോഹിച്ചു പോയിട്ടുണ്ട് ആ സ്നേഹം കണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ആ കുട്ടി നിന്നെ വിട്ടുപോകില്ല. നീ വാ. അങ്ങനെ പറയാൻ പറ്റുമോ? അല്ല എന്നാ എനിക്ക് തോന്നുന്നത്. നോ, എല്ലാം ഒരു ഗാംബ്ലിംഗ് അല്ലേ? അതൊക്കെ നമുക്ക് നോക്കാം. എവിടെ എല്ലാം ഇമ്പോർട്ട് ചെയ്യാൻ തയ്യാറെടുക്കുന്നിടത്ത് ഇനി എന്താ എക്സ്പോർട്ട് ചെയ്യാൻ? എനിക്ക് വിശ്വാസമില്ല. അതെ, ആ ശരി, ഓക്കെ, അങ്ങനെ ചെയ്യാം. ഓക്കെ സർ, ഇതൊന്നും തന്നെ ഫാക്ട് ശരി, ചെയ്തേക്കും. സർ. Excuse me, യെസ് I want to talk to you. യെസ്, ടെൽ മീ. അതെ, എനിക്ക് സംസാരിക്കേണ്ടത് എന്റെ ഡാഡിയോടാണ്, അല്ലാതെ ആർക്കെ എക്സ്പോർട്സിന്റെ എംഡിയോടല്ല. മോളിരിക്കെ. നീ ഇന്ന് രഘുവിനെ കാണാൻ പോയിരുന്നല്ലേ? അവൻ വിളിച്ച പോകില്ലെന്ന് വാക്ക് തന്നിട്ട് ഏറെ നിർബന്ധിച്ചു. അവസാനമായി എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോ പോസിറ്റീവായി അവൻ ഒന്നും പറയാനുണ്ടായിരുന്നില്ലല്ലേ? എനിക്കറിയാം, അവന് പറയാൻ ഒരു വിഷയമേ ഉണ്ടാവുന്നു. അവന്റെ എല്ലാ തോന്നിവാസങ്ങളും കൂട്ടുനിൽക്കുന്ന ഒരു ഭാര്യ. ഫൂളിഷ്നെസ്. ഡാഡിയുടെ ആറ്റിറ്റ്യൂഡും എന്റെ തീരുമാനവും തീർത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തോ വല്ലാത്തൊരു പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയല്ലേ? മോൾ ഇത്ര സില്ലിയായാലും പറയേണ്ടത് പറയണം. സ്വന്തം ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ സ്വന്തം താല്പര്യങ്ങൾ ഉറപ്പിച്ച് തുറന്നു തന്നെ പറയണം. ആ മെച്യൂരിറ്റിയാണ് ഡാഡി നിന്നിന്ന് പ്രതീക്ഷിക്കുന്നത്. പറഞ്ഞു പിരിയുമ്പോ രഘുവിന്റെ ആ മുഖം, ആ കണ്ണുകൾ തീക്കട്ട പോലെ വല്ലാതെ പേടി തോന്നുന്നു. കേണൽ വർമ്മയുടെ മകൾ ഇത്ര ഭീരു. മോള് പേടിക്കണ്ട. ഈ ഡാഡി ഉള്ളപ്പോൾ മോൾ ആരെ എന്തിനു ഭയപ്പെടണം? അവന്റെ കണ്ണുകൾ കണ്ട തീക്കട്ട സ്വയം എരിഞ്ഞടങ്ങിയില്ലെങ്കിൽ ഡാഡി അതിനണയ്ക്കും. അതിനും എനിക്ക് മടിയില്ല. വേണ്ട ഡാഡി, അങ്ങനെയൊന്നും ചിന്തിക്കരുത്. എന്തൊക്കെയായാലും രഘുവേട്ടൻ. അറിയാം, ഏട്ടത്തിയുടെ മകനാണോ അനന്തരവനാണ്. ആ ഒരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ടാ അവൻ ഇത്രയ്ക്കും അഹങ്കാരം എന്നോടും മോളോടും കാണിക്കുന്നു. ഇനി ആ വക സെന്റിമെന്റ്സ് ഒന്നും വേണ്ട. ഈ പ്രാവശ്യം ഞാൻ ക്ഷമിച്ചു. ഇനി അവൻ വിളിക്കുന്ന കേട്ട് പോയാൽ ഡാഡി ക്ഷമിക്കില്ല. ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഇല്ല ഡാഡി, ഇല്ല. ഇതാ നോക്ക്, ഈ മുഖത്ത് സന്തോഷം വരട്ടെ. കമോൺ. ഈ മുഖം കറുത്തിരുന്നാൽ ഇവിടെ ഉള്ളവർ എന്നെ കുറ്റപ്പെടുത്തുക. അതുകൊണ്ട് ചെന്ന് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യും.
ഇപ്പൊ ഞാൻ കുറച്ച് തിരക്കിലാണ്. വി ഷാൽ മീറ്റ് ആഫ്റ്റർ ഓഫീസ് ടൈം. ഓക്കെ ശരി. ഡാഡി. ഞാൻ ചന്ദ്രിക, ഞാൻ ചന്ദ്രിക. ഹലോ അങ്കിൾ. അതെ മോളെ, അങ്കിളെന്ന് വിളിച്ച ഇഷ്ടപ്പെട്ടില്ല. ഓ മധ്യവയസ്കനായ ചെറുപ്പക്കാരനല്ലേ? ആ? മധ്യവയസ്കനായ ചെറുപ്പക്കാരനോ? അതെന്താ? പ്രായം കൊണ്ട് മധ്യവയസ്കൻ, സ്വഭാവം കൊണ്ട് ചെറുപ്പക്കാരൻ. നിങ്ങളെന്തിനാ എന്റെ നേരെ കണ്ണുരുട്ടുന്നത്? ഞാനൊരു അവിവാഹിതനായ ചെറുപ്പക്കാരനാണ്. അങ്കിളെന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല. നിങ്ങൾ തന്നെയല്ലേ ഇതൊക്കെ പറയാറ്? ഞാനിത് അറിഞ്ഞിരുന്നില്ല. ഞാൻ ഇനി അങ്ങനെ വിളിക്കില്ല. സോറി അങ്കിൾ. ഓ മിസ്റ്റർ ഭാസ്കരൻ നായർ. ഞാനിനി അങ്ങനെ വിളിക്കാം. ആ മിസ്റ്റർ ഭാസ്കരൻ നായർ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിവാഹകാര്യമൊക്കെ എങ്ങനെ? ആ 7-ാം മടത്തിൽ ഗുളിക നിന്നാൽ പ്രധാനമന്ത്രിയാണെ പോലും നടന്നൊന്നും വരൂല. ഓ പിന്നെ എന്നെ സംബന്ധിച്ച് ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തോണ്ട് ഇപ്പോഴും അന്വേഷണം തുടരുന്നു. മുട്ടുവൻ തുറക്കപ്പെടുന്നല്ലേ? ഈയെടെ, മുട്ടുവാൻ പറ്റിയ പ്രായം. മൂക്കി പല്ല് മുളയ്ക്കാറായി. ശോശാമ്മയുടെ കാര്യം നോക്ക്. ശോശാമ്മയുടെ കാര്യം നോക്കിക്കോളാം. ശോശാമ്മയുടെ കാര്യം നോക്കാൻ ആരെ ഏർപ്പെടുത്തിയിട്ടില്ല. തനിക്ക് കിന്നാരം പറയാനേ ശോശാമ്മയിട്ട് കിട്ടത്തുമില്ല. പോട്ടെ, വിട്ടുകള ചേച്ചി. പോട്ടങ്കിൾ. ഓ സോറി മിസ്റ്റർ ഭാസ്കരൻ നായർ. ശോശാമ്മ ചേച്ചിക്ക് എന്താ എത്ര ദേഷ്യം? കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്ന കേട്ടിട്ടില്ലേ? ഓ, അത് ശരി. എന്താ പറഞ്ഞേ? അല്ല, കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കുന്നു. ഒരു കിട്ടാത്ത മുന്തിരിങ്ങ? ഇത് മുന്തിരിങ്ങയൊന്നും അല്ല, ഉണങ്ങി വിടാറായ കൊട്ടത്തേങ്ങ. അയ്യോ, സത്യത്തിൽ മോളെ, നീ എനിക്കൊരു അത്ഭുത. ഇങ്ങനൊരു മാനസികാവസ്ഥയിൽ എങ്ങനെ ഇത്രയ്ക്ക് ഫ്രീ ആകാൻ പറ്റുക? ചിരിച്ചു തുള്ളി മറ്റുള്ളവരെ ചിരിപ്പിച്ച്. ഉള്ളിലുള്ള സംഘർഷം മറക്കാൻ ഇതല്ലേ വഴിയുള്ളൂ. കുറച്ചു നേരത്തേക്കെങ്കിലും. കുറച്ചു നേരത്തേക്കല്ല, എന്നേക്കുമായി മറക്കണം. കതിർമണ്ഡപത്തിലേക്ക് പോകുന്ന പെണ്ണിന്റെ മനസ്സിൽ പൂർവ്വ കാമുകന്റെ ഒരു നിഴൽ പോലും ബാക്കി വെക്കരുതെന്നാ. അല്ലെങ്കിൽ അത് ഭർത്താവിന്റെ മുന്നിൽ എന്നും ഒരു കുറ്റബോധത്തിനിടയാക്കും. ശരിയാണ്, അതെനിക്കറിയാം. പക്ഷേ രഘുവേട്ടനോട് ഞാൻ പെരുമാറിയത് ശരിയോ തെറ്റോ? ശരിയെന്ന് തോന്നി പറഞ്ഞു പിരിഞ്ഞെങ്കിലും സ്വയം കുറ്റപ്പെടുത്തുന്ന എന്തോ എന്നെ വേട്ടയാടുന്നുണ്ട്. എന്തിന് സ്വയം കുറ്റപ്പെടുത്തുന്നു? അതെ, പ്രേമത്തിനൊരു കുഴപ്പമുണ്ട്. പ്രേമം തുടങ്ങുമ്പോൾ സ്വയം മറന്നുപോകും. ഇടയ്ക്ക് എന്തെങ്കിലും ബ്രേക്കിംഗ് പോയിന്റില ചിന്തിക്കാൻ തുടങ്ങുക. താൻ ആഗ്രഹിച്ചത് ഇതല്ലായിരുന്നു, എന്റെ സ്വപ്നങ്ങൾ ഇതല്ലായിരുന്നു തുടങ്ങി എന്തൊക്കെയോ കുറെ പോരായ്മകൾ. പിന്നെ രണ്ട് ഭാഗത്തു നിന്നും 100 കൂട്ട ഉപാധികൾ. അതോടെ പ്രേമം കൃത്രിമമായി ഫീൽ ചെയ്യാൻ തുടങ്ങും. അപ്പൊ കുറ്റബോധം, നഷ്ടബോധം തുടങ്ങിയ നൂലാമാലകൾ തലപൊക്കും. അതെ, പ്രേമത്തെക്കുറിച്ചൊരു പ്രഭാഷണം കേൾക്കാനുള്ള മൂഡിലല്ല ഞാൻ. സോറി കവിത, ഞാൻ അങ്ങനെയാ. പ്രേമത്തെക്കുറിച്ച് സംസാരിച്ചു തുടങ്ങിയ കാട് കയറും. റിയലി സോറി. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആവണം എന്നതാണ്. കവിതയ്ക്ക് ചേർന്ന ഒരാളെ അച്ഛൻ കണ്ടെത്തി തന്നില്ലേ? നിങ്ങളുടെ സ്റ്റാറ്റസിന് ചേർന്ന ഒരാളെ വിവാഹം കഴിക്കുക. ഇരുവരുടെയും വീട്ടുകാരിലൂടെ നിങ്ങൾക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളിലൂടെ വളർന്നു ദൃഢമാകുന്ന ബന്ധം, സ്നേഹം, അതാണ് ശാശ്വതമായിട്ടുള്ളത്. അല്ലാതെ കണ്ട സ്വപ്നജീവികളുടെ പിറകെ നടന്ന് ജീവിതം പാഴാക്കലല്ല. ആ പഴയ പ്രേമം പുതുമഴ നനഞ്ഞു വന്ന ഒരു ജലദോഷ പനിയായിട്ട് മറന്നു കളയേണ്ട മോളെ. അപ്പോ ഞാൻ എടുത്ത തീരുമാനം ശരിയാണല്ലേ? 100% നല്ലതേ വരൂ. രഘുവേട്ടൻ എന്നെ ശപിച്ചാൽ ആ ശാപം എനിക്ക് കേൾക്കുവോ? ദുഷ്ടതയുള്ളവരെ ശപിക്കൂ. മനസ്സിൽ സ്നേഹമുള്ളവർ ആരെയും ശപിക്കില്ല, സ്വയം സഹിക്കും. അത് ശപിക്കുന്നതിനേക്കാൾ വലിയ ശിക്ഷയല്ലേ? അപ്പൊ ശപിക്കട്ടെ, ആ ശാപം കവിതയ്ക്ക് കിട്ടട്ടെ, അതാ നല്ലത്.
എന്താ ഭയമുണ്ടോ? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്വയം ബോധ്യമുണ്ടെങ്കിൽ ആരുടെ ശാപവും പ്രശ്നമാക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഒരു കുറ്റബോധത്തിൻ്റെ കാര്യമൊന്നുമില്ല. ബാല്യകാല സ്നേഹം, മുറക്കല്യാണം ഒക്കെ നല്ല കൺസെപ്റ്റുകളാണ്. പഴയകാല സമ്പ്രദായങ്ങൾ പലതും നല്ലതാണ്. പക്ഷേ ഈ മോഡേൺ ചുറ്റുപാടിൽ പാരമ്പര്യങ്ങൾ പലതും മറക്കേണ്ടി വരും. മോളുടെ ലൈഫ് സ്റ്റൈലുമായി പൊരുത്തപ്പെട്ടു പോകാൻ രഘുവിന് കഴിയുമോ? ഇല്ല, ഒരിക്കലും കഴിയില്ല. ഞാൻ എത്ര വട്ടം ശ്രമിച്ചു നോക്കി. ജീനിന്റെ ക്യാരക്ടർ മാറില്ല. മാത്രമല്ല, രഘുവിന്റെ ജീവിത രീതിക്കനുസരിച്ച് മൂക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ നാടക ക്യാമ്പിലും പെരുവഴിയുമായി അരഞ്ഞിരിയാൻ മൂക്ക് പറ്റുമോ? അതുകൊണ്ടാണ് ഡാഡി പറഞ്ഞത്, വൈരുദ്ധ്യങ്ങൾ ഉള്ളിടത്ത് സ്നേഹം നിലനിർത്താൻ കഴിയില്ലെന്ന്. വഞ്ചന ചതിന്നൊക്കെ അവൻ വിളിച്ചു പറയുമെങ്കിലും സത്യത്തിൽ നമ്മൾ രഘുവിനോട് ചെയ്യുന്ന നന്മ തന്നെയാണ്. അതുകൊണ്ട് എല്ലാം മറക്കുക. ഞാൻ അതിന് ശ്രമിക്കാണ് ഡാഡി. ശ്രമിച്ച പോരാ, മറക്കണം. മനസ്സിൽ നിന്ന് പാടയും മാച്ചു കളയണം. ഇനി ഈ മനസ്സിൽ നിറയേണ്ടത് ജയദേവനാണ്. ഡെറാഡൂണിലെ ട്രെയിനിങ്ങിടെ പരിചയപ്പെട്ട മിസ്റ്റർ നായർ. ആർമിയിലെ ദീർഘകാല ബന്ധം എല്ലാം മോക്കറിയാവുന്നതല്ലേ. ഇത്രയും കാലം നീണ്ട ആ സൗഹൃദത്തിനിടയിൽ ഒരിക്കൽ പോലും പരാമർശിക്കാത്ത വിഷയം. സത്യത്തിൽ മേജർ നായർ സ്വന്തം മകൻ്റെ പ്രപ്പോസലുമായി വന്നപ്പോൾ ഞാൻ അനുഭവിച്ച സന്തോഷം ഏതൊരച്ഛനെയും പോലെ മകളുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്ക മാറിയ ആ നിമിഷം, ആ സന്തോഷം അതെത്ര മാത്രമാണെന്ന് നമുക്കറിയാമോ? നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്ന് പരസ്പരം അറിയാവുന്ന, മനസ്സിലാക്കുന്ന ഒരു ബന്ധം, അതൊരു ഭാഗ്യമാണ്. ഭാഗ്യം. ജയദേവൻ നോക്ക് വിധിച്ചതാണ്, ഈശ്വരൻ അനുഗ്രഹിച്ചു തരുന്നത്. ഓർമ്മകളിൽ നിന്ന് പൊടി പിടിച്ചിടം മാച്ചു കളയുക. ഇതൊരച്ഛൻ്റെ മകളോടുള്ള ഉപദേശത്തിനപ്പുറം ഒരമ്മയുടെ, സുഹൃത്തിന്റെ, ഗുരുവിന്റെ ഉപദേശം കൂടിയാണ്. എനിക്കെല്ലാം എന്റെ ഡാഡിയാണ്. യെസ്, ആണ്. പക്ഷേ ഇനി മുതൽ നിനക്കെല്ലാം ജയദേവനാണ്. ഞാൻ നിനക്കെല്ലാത്തിനും ധൈര്യം തരുന്ന, ആത്മവിശ്വാസം തരുന്ന ഡാഡി മാത്രം. ഇലപൊഴിയും ശിശിരമാസ മൂവന്തിയിൽ പാലക്കുളം എസ്റ്റേറ്റിലെ റബ്ബർ മരത്തോട്ടത്തിൽ
ഉണക്കയില പട്ടുമെത്തിയാക്കി അവൾ കിടന്നു. ജെസിമോൾ ഭയാശങ്ക വിട്ടുമാറാതെ ബിനോയ്. അയാളുടെ ചിന്ത തന്റെ മുന്നിൽ കിടക്കുന്ന പ്രണയിനിയുടെ ക്രൂരനായ തന്ത. റബ്ബർ വെട്ടുകാരൻ തോട്ടോടമയുടെ മകളെ പ്രേമിക്കുക. പ്രണയത്തിന് മുതലാളി തൊഴിലാളി വ്യത്യാസമില്ല എന്ന സത്യം അയാളുടെ ചിന്തകളിൽ ഒരു വിപ്ലവഗാനം പോലെ അലയടിച്ചു. ആനന്ദലഹരിയിൽ അയാൾ ജെസിമോൾ കരികിലേക്ക് നീങ്ങിയിരുന്നു. റബ്ബർ മരത്തിന്റെ ഇലപൊഴിഞ്ഞ ഉണക്ക ശിഖരങ്ങൾക്കിടയിലൂടെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്ന ജെസിമോളുടെ അധരം നിശാഗന്ധി വിടരും പോലെ വിരിയുന്നു. ആ ആദരപ്പൂവിൽ നിന്നും രാക്കുയിൽ നാദം പോലെ വാക്കുകൾ പുറത്തു. വിനായേട്ടനില്ലാത്ത ഒരു നിമിഷം എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല. ഞാൻ വിനായേട്ടനെ ജീവനേക്കാൾ സ്നേഹിക്കുന്നു. ചറവറ എന്നൊരു ശബ്ദം കേട്ട് അവൾ ഞെട്ടിത്തിരിഞ്ഞു. പരിഭ്രാന്തിയോടെ കണ്ണോടിച്ച നിമിഷങ്ങൾ. ശബ്ദത്തിന്റെ ഉറവിടം അവൾ കണ്ടെത്തി. ഉണങ്ങി വീണ റബ്ബർ കായ് കടിച്ചു പറിക്കുന്ന ഒരു ചാവാലിപ്പെട്ടി. അവൾ സമാധാനത്തോടെ